ഞാൻ കൊടുത്ത പേപ്പർ കൊടുത്തപ്പോൾ സാറ് വായിച്ച് നോക്ക് ഒരു ജസ്റ്റ് ഒരു നോക്ക് പോലും ചെയ്യാതെ എടുത്ത് അങ്ങോട്ട് വെച്ചു. അപ്പോൾ വായിച്ച് നോക്കിയില്ലല്ലോ എന്നൊരു പ്രയാസം എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ശശിയാണെന്ന് പറഞ്ഞു. 15 ദിവസത്തിനകം ഉത്തരവിടുമെന്ന് പറയണത് വക്കീൽ കേട്ടു. പക്ഷെ ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു. ഇത് ഞാൻ ചെയ്തതാണ് തെറ്റ്. ആ സാറിനൊടുക്ക് ഞാൻ തെറ്റി പറഞ്ഞു. സംഭവം ഞാൻ കേട്ടില്ല. അവിടെ ഞാനും എൻ്റെ വക്കീലും കൂടെ പരാതിയും കൊണ്ട് അവിടെ ചെന്നു. നമ്മൾ 3 മണിക്കാണ് നമുക്ക് പാസ്. ആ പാസ് എടുത്ത് നമ്മൾ അതിനകത്ത് കയറി. ഞാൻ അവിടെ അകത്തിട്ടേ കാണുന്നത്. ഞാൻ അവിടെ അകത്ത് കയറി പാസ് എടുത്ത് അതിനകത്ത് കയറിയതിന് ശേഷം അവിടെ നമ്മൾ ചെന്നപ്പോൾ ഒരാൾ അതിനകത്ത് ഇരിക്കുകയായിരുന്നു, 2 പേര്. അവർ ഇറങ്ങിയ ശേഷം നമ്മൾ അതിനകത്ത് കയറി. അവിടെ ചെന്നിരുന്നു. എന്തൊരു കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഒരു മാല മോഷണ കേസാണ്, കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്ത പേപ്പർ കൊടുത്തപ്പോൾ സാറ് വായിച്ച് നോക്ക് ഒരു ജസ്റ്റ് ഒരു നോക്ക് പോലും ചെയ്യാതെ എടുത്ത് അങ്ങോട്ട് വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ടായി. ഇപ്പോഴും പറഞ്ഞ് ആരെ വീട്, ഞാൻ പറഞ്ഞു ഓമന ഡാനിയിൽ. അവരെ വീട്ടിൽ ജോലിക്ക് നിന്നെങ്കിൽ മാല കാണാതെ പോയി അവർ കേസ് കൊടുക്കും, പോലീസ് പിടിക്കും. നിങ്ങൾ കോടതിയിൽ പോയോ? ഞാൻ കോടതിയിൽ പോയില്ല എന്ന് പറഞ്ഞ് തീരെ ഞാൻ ഉടനെ ഇത്തരം കേട്ടപ്പോൾ തന്നെ എനിക്ക് പ്രയാസമായിപ്പോയി. ഇത് വായിച്ച് നോക്കിയില്ലല്ലോ എന്നൊരു പ്രയാസം എനിക്കിപ്പോഴും ഉണ്ട്. അതിന് ശേഷം ഞാൻ വെളിയിലിറങ്ങി. ഞാൻ മുമ്പ് ഇറങ്ങി ഞാൻ പോന്നു. അതിന് ശേഷം വക്കീൽ വന്നു. വക്കീൽ കേട്ടു ഈ സാറ് പറയുന്നത് 15 ദിവസത്തിനകം ഉത്തരവ് വരുമെന്ന കാര്യം. ഞാൻ കേട്ടില്ല. ഞാൻ ഈ പ്രയാസം കൊണ്ട് ഞാനിത് ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഞാൻ അങ്ങ് പോയി. വക്കീൽ കേട്ടെന്ന് പറഞ്ഞ് ഈ സാറ് 15 ദിവസത്തിനകം ഉത്തരവിടുമെന്ന് പറയണത് വക്കീൽ കേട്ടു. പക്ഷെ ഞാൻ കേട്ടില്ല. അതിനുശേഷമാണ് വക്കീൽ എന്നോട് പറയുന്നത്. അപ്പോൾ ഇനി ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ശശിയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് വക്കീലിൻ്റെ മുഖത്ത് നല്ല ഈ കേസ് മുമ്പിലോട്ട് പോവും, അന്വേഷിക്കും എന്നുള്ളൊരു വക്കീലിൻ്റെ മനസ്സിലതുണ്ടായിരുന്നു. പക്ഷെ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞില്ല. പിന്നീടാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി അവർ പറഞ്ഞു 15 ദിവസത്തിനകം ഇതിന് ഉത്തരവ് വരുമെന്ന് പറഞ്ഞു. അതേപോലെ 15 ദിവസമായപ്പോഴാണ് ഉത്തരവ് വന്നത്.